മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റേക്കേഷനാണ് വൈത്രി വില്ലേജ് റിസോർട്ടിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ റെഡി ആവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. ആദ്യകൂട്ടനോടെ ഒരു ഡാഡി കുളിക്കാണ് ഗൈസ്. എല്ലാവരും മിററിൽ നോക്കണേ. അപ്പോൾ ഒരു ഹായ് പറയൂ. ടീക്കുട്ടി കുറച്ച് മുടി കെട്ടി കൊടുക്കാം കേട്ടോ. കുറച്ച് നല്ല ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ മുടിയെല്ലാം സെറ്റ് ചെയ്ത് മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സോ അപ്പോൾ ടീക്കുട്ടിയുടെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു കാര്യം കണ്ടാലോ. ടീക്കുട്ടി കുഞ്ഞു അവിടെ ചേച്ചിമാരുടെ ഫോട്ടോഷൂട്ട് കേട്ടോ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നമ്മുടെ കൂട്ടത്തിൽ ഒരു വിചിത്രമായിട്ട് സൗണ്ട് ഇടുന്ന ഒരാളുണ്ട്. അല്ല, ഞാനൊരു കാര്യം, വിസിലടിക്കാൻ അറിയോ? വിസിലടി ഡാഡി ചട്ടിയില്ലേ? ഒന്ന് വിസിലടി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ. ഇത് ഇവിടെ എവിടെയും നിൽക്കില്ല. വിസിലൊന്ന് അടിക്കി നോക്കട്ടെ. ആർക്കെങ്കിലും കിട്ടോ? നീ വിസിലടിക്ക് ശരിക്കും. ഓ, ചെവി പോയി. ഇങ്ങനെ കിട്ടോ? ഓ ചെവി. പിന്നെ മറ്റേ സാധനം പ്രാവിന്റെ ശബ്ദം. ചിക്കു കാണിക്ക്. അല്ല, ചിക്കു കാണിക്കുന്ന നമുക്ക്. ചിക്കു കാണിക്ക്. ടീ കാണിക്ക്. ടീ ആണ് അടുത്ത സൗണ്ട് ഇടാൻ പോണ. വെള്ളം കുടിക്കാണോ? നോക്കട്ടെ ഒന്നും കൂടെ. ടീ കാണിക്ക്. ഓട്ട് ഡാഡി കാണിക്ക്. അത് കാണിക്ക്. വിസില് ഉറപ്പാ? വാവ്, അധിക് സൂപ്പർ. ഓക്കെ, ഒന്നും കൂടെ. അധികിന്റെ സൗണ്ട് കേട്ടോ. ഒന്ന് ചെയ്യുമ്പത്തെ സൗണ്ട് വരുന്നില്ല. രണ്ടുപേർക്കും ഒന്നും അറിയില്ല. നോക്കട്ടെ, അത് കാണിക്ക്. എനിക്ക് വയ്യ. അതന്നെ കൂവാ. പൈസ തരാട്ടാ. ഇത് സൂപ്പർ. എങ്ങനെ ചെയ്തത്? കൈ വെച്ചിട്ട്. അവിടെ കാറ്റാ വരുന്നത്. കാറ്റാ വരുന്നേ. ഒരു മിനിറ്റ്. ആദ്യക്കൂട്ടും കുറെ നേരം ആ കൈ അവിടെ വെച്ചിട്ട് അത് അനങ്ങിയിട്ടില്ല. ഗുഡ്, വെരി സൂപ്പർ. നമ്മുടെ ടീക്ക് കാറ്റാ വരുന്നു. അതാണ് കഴിവടിയാ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇതാണ് ഇന്നത്തെ ടീക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ്. അത്തിക്കുട്ടൻ ആസ്ഫിൻ്റെ നോർമൽ ഔട്ട്ഫിറ്റ് തന്നെയാണ്. ടീന്ന് വൈകുന്നേരം നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും എന്ന് വിചാരിച്ചാണ്. പക്ഷെ തണുപ്പില്ല ഗൈസ് വയനാട്. സോ നമ്മൾ സിമ്പിൾ ഡ്രസ്സസ് ആണ് ഇടുന്നത്. എനിക്ക് ടീക്കുട്ടി ഇതിൽ ഒരു കൊറിയൻ ഔട്ട്ഫിറ്റ് ഇട്ട പോലെ തോന്നി ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നോക്കിയേ, മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്ത് സുന്ദരി മണിയായിട്ട് ഇരിച്ചാണ്. ഓക്കെ, പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്തായിട്ടുണ്ടാവും, അവർ വെയിറ്റിംഗ് ആണ് കേട്ടോ. നന്ദു, ദേവു എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓക്കെ, അതെടുക്കണ്ടടാ, വെയിറ്റ് ഇടാ പൊന്നാ, വെയിറ്റ്. അപ്പം നമുക്കിതെല്ലാം കാറിൽ കൊണ്ടുവയ്ക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ടാണ് കേട്ടോ ഗൈസ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി. പക്ഷെ മഴയുണ്ടായിരുന്നില്ല കേട്ടോ. മഴയും കൂടെ വരണം. ഇത് വേറൊരു നമ്മളുടെ പ്രൈവറ്റ് ഒരു ഏരിയ ആണ്. വന്നു ലിഫ്റ്റ് വന്നു മക്കളെ. ഡാഡി ഓക്കെ, നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന കാഴ്ച ഈ ആൻറ്റിമാരൊക്കെ ഇവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. ഇതാണ് ഒരു റിസപ്ഷൻ ഏരിയ കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്ത് വരുന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ തിരക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. എനിക്കിതിൻ്റെ മേലെ ആ ലൈറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വാം അറേഞ്ച്മെൻറ്റ് സൂപ്പറായില്ലടാ ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ഇഡലി ഉണ്ട്. ടീക്കുട്ടി നമ്മൾ എപ്പോഴും അതുതന്നെയാണ് പ്രിഫർ ചെയ്യുക. ദെൻ സാമ്പാർ. യു വാണ്ട് സാമ്പാർ ഗൈസ്? കുറച്ച് ചട്നി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി ചട്നി. ഓക്കെ, ഗുഡ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അവിൽ നനച്ചതാട്ടോ. ഇത് എല്ലാ സംഭവങ്ങളും ഉണ്ട്.
ചട്നി ചമ്മന്തിയും കൂടെ ഒരുമിച്ച്. എടാ ഇത് മതിയോ? ഏതാ വേണ്ടേ? ഒന്നും വേണ്ട. തൂക്കുപാലം എങ്ങനെയുണ്ട് ടിയ? തൂക്കുപാലം കുറെ ആയില്ല നമ്മൾ തൂക്കുപാലത്ത് കഴിച്ച്. ഇവിടെ പൂളാട്ടോ, അടിപൊളി വ്യൂ ആണ്. മഴക്കാലാണ്. എന്ത് എടാ മുട്ടി വീഴുണ്ട് ടിയ. ടിയ ഇളക്കല്ലേ ടിയ. മമ്മയ്ക്ക് പേടിയില്ല ആ കൂട്ടത്തിലാ. ടിയ വേണ്ടട്ടോ, ആ മമ്മയ്ക്ക് പേടിയില്ല കൂട്ടത്തിലാ. ടിയ എന്തൊരു സ്വഭാവമാണ് ടിയ. ഇങ്ങനെ ചെയ്യരുത് ടിയ. ടിയ പൊട്ടത്തരം കാണിക്കരുത് കേട്ടോ. ഗൈസ് നോക്കി ഈ കുട്ടി ഇങ്ങനെ ഇളക്കണ. അത് അവര് വരുന്നുണ്ട്. അവിടുത്തെ ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റുകൾ വരുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്തൊരു വ്യൂ ആണെന്നറിയോ ഗൈസ്. നോക്കി പൂള് നോക്കി. ഇത് 3ാമത്തെ 4ാമത്തെ പൂളാട്ടോ. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാണ്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അതാണ് പ്രശ്നം. സ്നേക്ക് ആൻഡ് ലാഡർ ഫസ്റ്റ് അദ്ദിക്കുട്ടനാണ്. ഇട്ടോളൂ. എത്ര അദ്ദിക്കുട്ടന് വന്നേ? 1. ഓക്കെ, അതോ 1 അദ്ദിക്കുട്ടന് ഫസ്റ്റ് വന്ന്. ഓക്കെ, ഇനി അടുത്തത് നമ്മള് കുഞ്ഞുണ്ണി ആട്ടോ ഇടുന്നേ. കുഞ്ഞുണ്ണി എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തെ? എന്താ ടിയ? 1 ഇല്ലെങ്കിൽ 6 കിട്ടിയാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ അവർക്ക് കിട്ടിയിട്ടില്ല 6. അപ്പൊ ടീ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. 2, 3, 4, 5, 6. ഓക്കെ, അപ്പൊ അദ്ദിക്കുട്ടനാണ് ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദിക്കുട്ടന് ഇനി അടുത്ത ഏതാ ഇടണേ നോക്കാം. ഏതാ? 4. അദ്ദിക്കുട്ടൻ 4. 1, 2, 3. ഇങ്ങോട്ടാടാ 4. ഓക്കെ ഫൈൻ. ഇനി കുഞ്ഞുണ്ണി കളിച്ച മുത്തേ. ഓക്കെ, കുഞ്ഞുണ്ണി ചേട്ടൻ 5 ആണ്. ഓക്കെ, ഇനി 1 ആണോ? 4. ആർക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. ടീക്ക് എത്രയാ? 3, 2, 3. ഓക്കെ, അദ്ദിക്കുട്ട യുവർ ടേൺ. ഓക്കെ ഗൈസ്, അപ്പൊ അദ്ദിക്കുട്ടനെ നോക്കാം. 5. 1, 2, 3, 4, 5. പക്ഷെ പാമ്പൊന്നും വിഴുങ്ങുന്നില്ലല്ലോ ഇവിടെ ആരുടെയും. 6. കുഞ്ഞുണ്ണി റെഡിയായി. ഓക്കെ, ഇനി നന്ദു അല്ല ദേവു. അടിപൊളി. ദേവു സേ പൊളിച്ചു. റോൾ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇതില്ലേ? ടീക്ക് 6 ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ 6 കിട്ടിയ ഒരു പ്രാവശ്യം കൂടി റോൾ ചെയ്യാം കേട്ടോ. 3. 1, 2, 3. ഓക്കെ ഫൈൻ. ഇനി അദ്ദിക്കുട്ടൻ സ്പീഡിൽ പാസ് ചെയ്യണേ. 6. 1, 2, 3, 4, 5, 6. ജസ്റ്റ് മിസ്സടാ. ഒന്നുകൂടി കിട്ടോ. നീ 6 കിട്ടിയത് നിനക്ക്. 4. 1, 2, 3, 4. ഗൈസ് ഇവിടെ ഇരുന്ന പാമ്പ് പോവായിരുന്നു. ഓക്കെ, ഇനി കുഞ്ഞുണ്ണി ആരായിരുന്നു നോക്കട്ടെ. 3. ഓക്കെ, ഇനി ദേവൂട്ടൻ ഇടുന്നുണ്ട്. ദേവൂട്ടൻ എത്രയാ നോക്കട്ടോ. 6. ദേവൂട്ടന് 2 കളി ഉണ്ട് കേട്ടോ. 4, 5, 6. ഗുഡ് ജോബ് ദേവു. 3, 2, 3. ഗുഡ്. ഇനി ടീക്കുട്ടി ആട്ടോ. ടീക്കുട്ടിക്ക് എന്താ കിട്ടുന്ന നോക്കാം. 3. ടീക്കുട്ടി ഭയങ്കര താഴെയാട്ടോ. താഴെയാണോ? എത്ര അദ്ദിക്കുട്ടന്? 5. 1, 2, 3, 4, 5 ഗൈസ്. 5 പാമ്പ് വിഴുങ്ങി ഗൈസ്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇനി കുഞ്ഞുണ്ണി എന്തായി? മുത്തിനെത്താ? 3, 4. ഓക്കെ, അല്ല 4. ഓക്കെ ശരി. ഓക്കെ. ഇനി അടുത്തത് നന്ദൂട്ടൻ. നന്ദൂട്ടാ ഫാസ്റ്റടാ ഗൈസ്. സോറി, നന്ദു അല്ല, ദേവൂട്ടൻ. 6 ആണ്. ദേവു പൊളിച്ചടിക്കും മുത്തേ. 3, 4, 5, 6. ഒന്നും കൂടെ ചെയ്യും. 1 രക്ഷപ്പെട്ടു. ഇനി ടിയ മാത്രം കയറിയിട്ടില്ല ഗൈസ്. എന്റെ ടിയ, നീ എവിടെയാ വരുന്നേ? ടിയക്കുട്ടി ഇപ്പോഴെങ്കിലും ഒന്ന് കയറുവാ നോക്കാം. 6 കിട്ടി ഗൈസ്. 3, 4, 5, 6. 6 കിട്ടിയത് കൊണ്ട് ഒരു കളി കൂടി ഉണ്ട്. അതേതാടാ? വീണ്ടും 6. 1 കിട്ടിയോ? വീണ്ടും 6. 3 6 ഗൈസ്. 3 6. പെട്ടെന്നാണ് ടീക്കുട്ടിയുടെ ഉയർച്ച വന്നത് കേട്ടോ. അതിലേക്കുണ്ടല്ലോ പാമ്പ് വെറുതെ കടിച്ചു തന്നെ കേട്ടോ.
ഏകദേശം കളി തീരാറായിട്ടുണ്ട്. 6 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 1 വന്ന അങ്ങനെ 6 1 2 3 4 5 6 ഒന്നും കൂടെ കളിച്ചു. എത്ര? 1. ഓക്കെ, ഇനി അദ്ദിക്കുട്ടനാണ്. അദ്ദിക്കുട്ടന് 6 കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6. ഓക്കെ, അപ്പം ആരാ ജയിക്കുന്നേ നോക്കാം ഗൈസ്. അപ്പം അദ്ദിക്കുട്ടൻ 3 1 2 3. ഓക്കെ, ഇപ്പം ലീഡിങ് നമ്മുടെ അദ്ദിക്കുട്ടനാണ്. അല്ല, അദ്ദിക്കുട്ടനല്ല, ദേവു ആണ് കേട്ടോ. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ അവിടെ 89 അല്ല 72 3 ഓക്കെ 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 3 1 2 3. ഓക്കെ, ടിയ പിന്നാലെ ഉണ്ട് കേട്ടോ. ടീക്കുട്ടി 2 വന്നാൽ നിനക്ക് നേരെ മേലോട്ട് കയറാട്ടോ. ടീക്കുട്ടിക്ക് ഇനി 2 വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും. ആ ചെയ്യൂ വേഗം ഗൈസ്. ആരാണ് ഇപ്പോൾ ലീഡിങ് നോക്കാട്ടോ. ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പം ജയിക്കും. ആരാണെന്നുള്ളത് 4. 1 2 3 4. ഓക്കെ, ടിയ 2 അല്ലടാ. 3 1 2 3. ടിയ ജസ്റ്റ് മിസ്സടാ, ഭാഗ്യമില്ല. അദ്ദിക്കുട്ടൻ 6. ഇനിയിപ്പോൾ അദ്ദിക്കുട്ടനാണോ? 4 5 6. എടാ നിന്റെ 5 1 2 3. എടാ വെക്കടാ, 4 വെക്ക്. 1 1 ഇവിടെ നിന്നാണ്. 1 2 3 4 5. പാവട്ടെ, അധികം പോയി ഗൈസ്. പണി കിട്ടി ഗൈസ്, ചെറിയ പണിയല്ല. അടുത്തത് 5 2 3 4 5. ഓക്കെ, ടിയ 3 1 2 3 6. പാവം ചിക്കു വീണ്ടും കയറാൻ പോകണം. ഒന്നും കൂടി കയറി മുത്തേ. 2 3 4 5 6. അദ്ദിക്കുട്ടൻ 6 ഇടുന്ന ആളാട്ടോ. വീണ്ടും 6. 3 ടൈംസ് 6. 3 ടൈംസ് 6 ആട്ടോ. 4 ടൈംസ് 6 ഗൈസ്. ഗൈസ് ഓക്കെ, കളിയിൽ ഒരു 6 വന്നിട്ടുണ്ട്. 3 4 5 6. ഗുഡ്, അടിപൊളി ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടി ആണ് ഇനി അടുത്ത്. 3 4 5 6. ഓക്കെ 5 4. എടാ ഒരെണ്ണം കൊടുക്കടാ, പാവല്ലേ. 1. അയ്യോ കുഞ്ഞുണ്ണി പോയി. ടിയ ഇനി 1 കിട്ടിയാൽ നീ വിഴുങ്ങും കേട്ടോ ഗൈസ്. ഒരു ഇത് കാണിച്ചു തരാം. ടീയുടെ ഇതാണിത്. ഇനി 1 കിട്ടിയാൽ ഇങ്ങനെ വരും ഗൈസ്. ഇനി ടീയുടെ ക്രൂഷ്യൽ ടേൺ ആണ്. 6 ഉണ്ട്, പക്ഷെ ഏതാ വന്നേ? സെക്കൻഡ് പൊസിഷൻ.